രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും അതുപോലെ വൈകുന്നേരത്തെ പലഹാരമാണെങ്കിലും നമുക്ക് പെട്ടെന്നാവും വേണം, എന്നാൽ പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവണം. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്, ആട്ടപ്പൊടിയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അതുകൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഇത് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് അടച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പുറമേ ഡ്രൈ ആയി പോകും. ഇനി ഞാനിതാ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി കൂടെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു പച്ചമുളക് കൂടെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള 2 വലിയ ഉള്ളിയാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത്, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായി ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി വേണമെങ്കിൽ അടച്ച് വെച്ചിട്ട് അങ്ങനെയും വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്, തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഉള്ളി വേഗം തന്നെ വാടി കിട്ടും. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതിലേക്ക് തക്കാളി കൂടെ കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി ആവുകൊണ്ട് 1 എടുത്തിട്ടുള്ളൂ. ഇനി തക്കാളി കൂടെ ഇതിലേക്ക് അടുത്തൊന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പോൾ അതുകൂടെ ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. പിന്നെ പൊടികളിട്ട ശേഷം തീ കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊടികൾ ഇട്ടുകൊണ്ട് വേഗം തന്നെ അടി കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തീ നന്നായി കുറച്ച് വെക്കുക. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച ചപ്പാത്തിക്കുള്ള മാവുണ്ടല്ലോ, അത് കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ മാവ് ഞാനിതാ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുകയാണ്. ഇനി ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തി വെച്ചിട്ടുള്ള ഓരോ ചപ്പാത്തിയും നമുക്ക് ചുട്ടെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. പിന്നെ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ തീ നല്ലോണം കൂട്ടി വെച്ചാൽ വേഗം തന്നെ അത് പൊള്ളച്ച് വരും കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാതും ചുട്ടെടുക്കാം. അപ്പോൾ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തതിന് ശേഷം ഞാനിതാ ഓരോ ചപ്പാത്തിയായിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അതൊന്ന് കുറേശ്ശെയായിട്ട്, വളരെ കുറച്ച് മാത്രം കേട്ടോ, എന്നാലും നമുക്ക് എല്ലാത്തിലും തികയുള്ളൂ. അപ്പോൾ കുറേശ്ശെയായിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എല്ലാതും മസാല ഈ ചപ്പാത്തിയുടെ നടുക്കിൽ വെച്ച് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാന് അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ റോൾ ചെയ്ത് വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരുപാട് സമയമൊന്നും വെക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് സമയം വയ്ക്കുക, എന്നിട്ട് വേഗം തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാതും ഇതുപോലെ തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കിനൊക്കെ വേഗം തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അല്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്നാക്ക്. അപ്പോൾ ഇനി ഇത് നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെ അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം.